ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ അരി കുതിർത്തൊന്നും അരച്ചിട്ടൊന്നല്ല ചെയ്തിട്ടുള്ളത്. നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് സാധാ നമ്മളെ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ പത്തിരിക്കും അപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. പിന്നെ ആ 1 കപ്പ് തന്നെ ഞാൻ 1/4 കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് അവിൽ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ട് എടുത്തതാണ്, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഈസ്റ്റ് കൂടി പോകരുത്, 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ ഞാനൊരു 10-12 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നെ നിങ്ങൾ അവിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല വൈറ്റ് അവിൽ കിട്ടുകയാണെങ്കിൽ അതിനെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അപ്പത്തിന് നല്ല വൈറ്റ് കളറാവും. ഇതൊരു ബ്രൗൺ കളർ അവിലായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ അപ്പത്തിന് കുറച്ചൊരു വൈറ്റ് കളർ കുറവുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അവിലിന് പകരം നിങ്ങൾക്ക് ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മളെ മാവ് വേണ്ടത്. അപ്പോൾ അരിയൊന്നും കുതിർത്തെടുക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ അരിപ്പൊടി വെച്ചിട്ട് തന്നെ ഈ ഒരു അപ്പം ചെയ്തെടുക്കാം. ഇനി ഇത് ഞാൻ മൂടി വെച്ചിട്ട് ഒരു ഏകദേശം 8 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. ഞാനിത് രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെയാണ് എടുത്തത്. അപ്പോഴേക്ക് ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാവൊക്കെ. ഇനി ഈ ഒരു ബബിൾസ് ഒന്നും പൊട്ടിപ്പോവാതെ ഇത് ജസ്റ്റ് ഒന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ പൊങ്ങി വന്നിട്ടുള്ള ഈ ബബിളൊന്നും പൊട്ടിപ്പോവാതെ നമ്മളൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പം ഈ ഒരു വട്ടയപ്പം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് ചുറ്റുഭാഗത്തൊന്ന് തടവി കൊടുക്കണം. അങ്ങനെ ഞാൻ എണ്ണയൊക്കെ ഈ ഒരു തട്ടിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ചെറിയ സ്റ്റീലിൻ്റെ ബൗളിലൊക്കെ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ കേക്കിൻ്റെ ടിൻ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾ വീട്ടിലുള്ള ഏതെങ്കിലും പാത്രങ്ങളിലൊക്കെ നമുക്കത് ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്തെടുക്കാം. അതാ ഞാൻ ഇതിലേക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഒരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു തട്ട് വെച്ച് കൊടുത്താലും മതി. അതിന് മുകളിലേക്ക് നമ്മൾ ഈ ഒരു കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ചിട്ട് നമ്മൾ ആവിക്ക് ഒരു ഏകദേശം ഒരു 25 മിനിറ്റോളം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു എന്തെങ്കിലും ഒരു ഈളോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്ത് നോക്കാം. അപ്പോൾ ഇതിലൊന്നും ഒട്ടി പിടിച്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു അപ്പം വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റാം. ഞാനൊരു 20 മിനിറ്റൊക്കെ ആയപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെൻറ്ററിലായിട്ട് കുറച്ച് വേവാൻ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു 5 മിനിറ്റും കൂടെ വെച്ച് ഒരു 25 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഒരു സൈഡൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പാച്ചില അല്ലെങ്കിൽ കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് കമഴ്ത്തി കൊടുക്കാം. അതാ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ തന്നെ വെന്ത് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഒരു കളർ കണ്ടില്ലേ, പ്യുവർ വൈറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അത് നമ്മളിതിലേക്ക് ചേർത്ത ആ ഒരു അവിലിൻ്റെ ഒരു കളർ മാറ്റാണ് കേട്ടോ. ഞാനൊരു ബ്രൗൺ കളറുള്ള അവിലല്ല ചേർത്ത് കൊടുത്തത്. നല്ല വൈറ്റ് കളർ അവിൽ ചേർത്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അത് ഏകദേശം കുറച്ചൊരു വേവായതിൻ്റെ ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഉണക്കമുന്തിരിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒന്ന് പിച്ചിയത് കണ്ടില്ലേ, അതെൻ്റെ മകന് വന്നിട്ട് വലിച്ചതാണ് കേട്ടോ. ഞാൻ വെച്ചപ്പം കേക്ക് എന്ന് പറഞ്ഞിട്ട് വലിച്ചെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നുള്ളത് കാണണ്ടേ.
കണ്ടോ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ആരെടുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇത് കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ മധുരം ഒന്ന് കുറച്ചാൽ മതി. കണ്ടോ ഇതിൻ്റെ ഉൾവശം കണ്ടോ. അപ്പം നല്ല ചിക്കൻ കുറുമ അല്ലെങ്കിൽ ബീഫ് കുറുമ മട്ടൻ കറിയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ ബൈ, ടേക്ക് കെയർ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കേട്ടോ. ഓക്കെ.